الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم واعلموا أنما أموالكم وأولادكم فتنة وأن الله عنده أجر عظيم പരിശുദ്ധമായ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്ന സഹോദരങ്ങളെ സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും വളരെയധികം സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരവധിക്കാലത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. നമ്മുടെ മക്കളും നമ്മളും അവരുടെ റിസൾട്ടുകൾ കാത്തിരിക്കുന്ന സമയമാണിത്. ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ തിരക്ക് പിടിച്ച വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏകദേശം 2 മാസത്തോളം നമ്മുടെ കൂടെയുണ്ടാകുന്ന, എപ്പോഴും നമ്മൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നമ്മുടെ മക്കളുടെ അവധിക്കാലമെന്ന് പറയുന്നത്. പല രക്ഷിതാക്കൾക്കും മക്കളെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ആശങ്കകൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ശുഭകരമല്ല, അത്ര നല്ലതല്ല എന്ന് വിശദീകരിക്കാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. മക്കളുടെ മൊബൈലിൻ്റെ ഉപയോഗം, അതേപോലെ തന്നെ അവരുടെ സംസാരങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങൾ, അവരുടെ ഇടപാടുകൾ, ഇടപഴകലുകൾ, ഇതിലെല്ലാം മാതാപിതാക്കൾക്ക് പല രീതിയിലുള്ള ആശങ്കകളുണ്ട്. എന്താണ് ഇത്തരം ആശങ്കകളുടെ മുന്നിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയവും അവരെ ശ്രദ്ധിച്ച് അവരെന്ത് ചെയ്യുന്നു, അവരെങ്ങോട്ട് പോകുന്നു, അവരെന്ത് കാണുന്നു, അവരെന്ത് നോക്കുന്നു എന്നിങ്ങനെ പൂർണ്ണമായി അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരാൾക്കും സാധ്യമായ കാര്യമല്ല. എന്നാൽ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്
നമ്മുടെ മക്കൾക്ക് ധാർമ്മികമായ മതപരമായ അറിവുകൾ നമ്മൾ നേടിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന, മക്കളുടെ നന്മയെ ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കളും ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കളെ മതം പഠിപ്പിക്കുക, അവർക്ക് മതപരമായ അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളുടെ മക്കളുടെ തർബിയത്ത് എന്ന് പറയുന്നത്. മക്കളെ നല്ല നിലയിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരിക, അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലേക്ക് നമ്മുടെ മക്കളുടെ തർബിയത്തുമായി ബന്ധപ്പെട്ട് മക്കളുടെ നന്മയെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഒട്ടനവധി ഗ്രന്ഥങ്ങൾ തർബിയത്തുൽ ഔലാദി എന്ന് പറയുന്ന വിഷയത്തിൽ, അഥവാ മക്കളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാനും ചില പോയിന്റുകൾ, ചില അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഇന്നത്തെ ഖുത്ബയിലൂടെ എൻ്റെ സഹോദരങ്ങളുടെ സഹോദരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയ അമാനത്താണ്. മക്കളെന്ന് പറയുന്നത് റബ്ബിൻ്റെ അമാനത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ച് തന്ന അമാനത്തായിക്കൊണ്ടാണ് മക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ അമാനത്തുകളെക്കുറിച്ച് അള്ളാഹു നാളെ വിചാരണ നടത്തുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു ഏൽപ്പിച്ച അമാനത്തുകൾ, അവയെക്കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ മക്കളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നാളെ ചോദിക്കും. പരലോകത്ത് വിചാരണ ഉണ്ടാകും. ആ ഒരു ബോധത്തോടുകൂടെയാണ് നമ്മൾ ഓരോരുത്തരും മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ അവരെ നാം ശ്രദ്ധിക്കേണ്ടതും. നോക്കൂ, നിങ്ങൾ എല്ലാ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ആഗ്രഹമാണ് നല്ല കുട്ടികൾ ഉണ്ടാകണം, നല്ല മക്കളായി നമ്മുടെ മക്കൾ വളരണം. എവിടെ മുതലാണ് നമ്മളതിന് ശ്രദ്ധ തുടങ്ങേണ്ടത്? ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ പറയാറുള്ളത്, മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരവരുടെ ആ മക്കളെ നന്നാക്കാനുള്ള പ്രക്രിയ തുടങ്ങേണ്ടത് മക്കളുണ്ടായതിനു ശേഷമല്ല, വിവാഹത്തിൻ്റെ ശേഷമല്ല, മറിച്ച് വിവാഹം ആലോചിക്കുന്ന, വിവാഹം അന്വേഷിക്കുന്ന സമയത്ത് തന്നെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ പ്രവർത്തനം തുടങ്ങണമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലി അർബഇൻ, 4 കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പെണ്ണ് വിവാഹം ചെയ്യപ്പെടാറുണ്ട്. വലി ഹസ്ബിഹ വലി ജമാലിഹ വലി ദീനിഹ ഫദ്ഫർ ബിദാത്തി ദീൻ എന്ന് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീയുടെ സൗന്ദര്യം കണ്ട്, അവരുടെ തറവാടിത്തം കണ്ട്, അവരുടെ സമ്പത്ത് കണ്ട്, അവരുടെ മതബോധം കണ്ട് ആളുകൾ സ്ത്രീകളെ വിവാഹം ചെയ്യാറുണ്ട്. എന്നിട്ട് നബി പറഞ്ഞു, നിങ്ങൾ പരിഗണിക്കേണ്ടത് എന്താണ്? ദീനാണ്, മതബോധമാണ്. അപ്പം നല്ല കുട്ടികൾ ഉണ്ടാകണം, നല്ല മക്കളായി നമ്മുടെ മക്കൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താ? നമ്മുടെ ഭാര്യയായി കടന്നു വരുന്ന പെൺകുട്ടി ആരായിരിക്കണം? മതബോധമുള്ളവളായിരിക്കണം, ധാർമ്മികതയുള്ളവളായിരിക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭർത്താവായി കടന്നു വരുന്നയാൾ, അയാൾ ധാർമ്മികതയുള്ളയാളായിരിക്കണം, മതബോധമുള്ളയാളായിരിക്കണം. അപ്പം മക്കളെ നന്നാക്കേണ്ട പ്രക്രിയ നമ്മൾ ആരംഭിക്കേണ്ടത് വിവാഹത്തിൻ്റെ സമയത്താണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി നോക്കൂ, നിങ്ങൾ ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്ന സമയത്ത് പോലുമുള്ള പ്രാർത്ഥന എന്താണ്? ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായ ബന്ധം സ്ഥാപിക്കുന്ന സമയത്തും മക്കളുടെ നന്മയാഗ്രഹിച്ചുകൊണ്ടുള്ള ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താന മാ റസഖ്തനാ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ്. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്, വളരാൻ പോകുന്ന, എനിക്ക് ലഭിക്കാൻ പോകുന്ന കുട്ടിയെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നോക്കൂ, നിങ്ങൾ വിവാഹത്തിൻ്റെ സമയത്ത് നല്ല ഭർത്താവിനെ, നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കണം, നല്ല കുട്ടികൾ ഉണ്ടാകാൻ. വിവാഹം കഴിച്ച് ശാരീരികമായ ബന്ധം സ്ഥാപിക്കുന്ന സമയത്തും നമ്മൾ നല്ല മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ മക്കൾ കേടുവരാൻ പാടില്ല എന്ന പ്രാർത്ഥന നിർവഹിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ചില രക്ഷിതാക്കൾ പറയും, എൻ്റെ മകൻ നന്നാവില്ല, എല്ലാ വഴിയും ഞാൻ നോക്കി,
എനിക്ക് സാധിക്കുന്ന രീതിയിലെല്ലാം ഞാൻ പരിശ്രമിച്ചു. അധിക സമയവും പരാതി പറയുന്ന ആളുകളായി രക്ഷിതാക്കൾ മാറാറുണ്ട്. എൻ്റെ മകൻ ഒരിക്കലും നന്നാവൂല, അതേപോലെ തന്നെ അവൻ അനുസരിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് രക്ഷിതാക്കളുടെ കൂട്ടത്തിൽ. മക്കൾക്കെതിരെ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ. വേറെ ചില ആളുകൾ പറയാ, എൻ്റെ മക്കൾ നിങ്ങൾ പറയുന്നത് പോലെയുള്ള തെറ്റൊന്നും ചെയ്യില്ല, അവൻ ഉഷാറാണ്, അവൻ നല്ലവനാണ്. മക്കളെ അങ്ങേയറ്റം ഉയർത്തിക്കൊണ്ടുപോകുന്ന അവരുടെ അടുക്കൽ തിന്മകളുണ്ട്, തെറ്റുകളുണ്ട് എന്ന് ആരെങ്കിലും സൂചിപ്പിച്ചാൽ പോലും അത് ശ്രദ്ധിക്കാത്ത രക്ഷിതാക്കളും നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. വേറെ ചില ആളുകൾ പറയാറുള്ളത്, അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, മകൻ എന്ന നിലയിൽ മകൾ എന്ന നിലയിൽ അവർക്ക് വേണ്ട എല്ലാം ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി അവർ തീരുമാനിക്കട്ടെ നന്നാകണോ വേണ്ടേ എന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്, അതുകൊണ്ട് അവർ തീരുമാനിക്കട്ടെ നന്നാകണോ വേണ്ടേ, എങ്ങനെ ജീവിക്കണം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ് എന്ന് വാദിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളും വർത്തമാന കാലഘട്ടത്തിലുണ്ട്. നമ്മളിതിൽ ആരാണ്? നമ്മളിതിൽ കേവലം പരാതി പറയുന്ന, മക്കളെ എപ്പോഴും ശാസിച്ചു കൊണ്ടിരിക്കുന്ന, വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, നീ ഒരിക്കലും നന്നാവില്ല എന്ന് പറയുന്ന രക്ഷിതാവാണോ? അതോ മക്കളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടുകൊടുക്കുന്ന ആളുകളാണോ നമ്മൾ? സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടുകൂടെ ജീവിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മക്കൾ നന്നാവില്ല എന്ന് ഒരു തരത്തിലും ഒരു രക്ഷിതാവ് പരാതി പറയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പ്രാർത്ഥനയുടെ സമയത്ത് പോലും ശ്രദ്ധിക്കണമെന്നാണ്. മക്കൾ നന്നാവില്ല എന്ന് പറയും, അതൊരു പ്രാർത്ഥനയാണ്, അതൊരു ശാപവാക്കാണ്. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് എൻ്റെ മകൻ നന്നാവില്ല, നീ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അതിന് മലക്കുകൾ ആമീൻ പറഞ്ഞാൽ അതിൻ്റെ ഗൗരവത്രയാ. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് കയ്യിന് സ്വാധീനമില്ലാത്ത ഒരാളെ കാണുന്നത്. കയ്യിന് തീരെ സ്വാധീനമല്ല. അപ്പം അയാളോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ കൈക്ക് എന്താ പറ്റിയത്, നിങ്ങളുടെ കൈയിൻ്റെ സ്വാധീനം എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? അപ്പം അയാൾ പറഞ്ഞു, എൻ്റെ ജാഹിലിയത്തിൽ എൻ്റെ ബാപ്പ എനിക്കെതിരെ ദുആ ചെയ്തതാണെന്നാണ്. ജാഹിലിയത്തിൽ എൻ്റെ ബാപ്പ എനിക്കെതിരെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ കൈയിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടത് എന്നാണ് ആ മനുഷ്യൻ ഭരണാധികാരിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, ജാഹിലിയത്തിലെ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ഇജാബത്ത് കിട്ടിയെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ പ്രാർത്ഥന അതിനത്ര ഗൗരവം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. പ്രത്യേകിച്ച് ഉമ്മമാര്, സഹോദരികള് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മൾ പരിഗണിക്കേണ്ട വിഷയം, മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിക്കുന്ന, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന രക്ഷിതാക്കളായി മാറാൻ ഓരോ ആളുകൾക്കും സാധിക്കേണ്ടതുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇടപഴകുന്ന മേഖലകൾ അത് അപകടം നിറഞ്ഞതാണ്. ഒരു ഭാഗത്ത് ലഹരി വസ്തുക്കളുമായി നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ കാത്തു നിൽക്കുന്ന കഴുകന്മാരുണ്ട്. കുത്തഴിഞ്ഞ ലൈംഗികത ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആഘോഷത്വര ഇന്ന് നമ്മുടെ കുട്ടികളെ അവരെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. ആഘോഷങ്ങളാണ് എവിടെയും. പലതരത്തിലുള്ള ആഭാസങ്ങളിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളുടെയും നടുവിലാണ് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. നമ്മൾ ജീവിച്ചതുപോലെയല്ല. ഒരുപക്ഷെ ഒരു 10-15 വർഷം മുമ്പ് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന, നമുക്കുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്നത്തെ കുട്ടികൾക്കുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മളെക്കാൾ വലിയ പ്രതിസന്ധിയുടെ, തിന്മകളുടെ വലയത്തിൻ്റെ നടുവിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ കൂടുതൽ ചേർത്ത് പിടിക്കാൻ, അവരെ ആ തിന്മയിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനെന്ത് വേണം? നമ്മൾ നല്ല രക്ഷിതാക്കളാവുക എന്നുള്ളതാണ്. മഹാനായ ഉമറുള്ളാന്റെ കാലഘട്ടത്തിൽ ഒരു രക്ഷിതാവ് വന്ന് ഉമറുള്ളാനോട് ഒരു പരാതി പറയുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എൻ്റെ മകൻ ശരിയാകുന്നില്ല, എൻ്റെ മകൻ നന്നാവുന്നില്ല, നിങ്ങളൊന്ന് ഉപദേശിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു അയാളെ വിളിച്ചു വരുത്തി, ആ കുട്ടിയെ വിളിച്ചു വരുത്തി, അവനോട് സംസാരിച്ചു. ആ സമയത്ത് ആ മകൻ പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ബാപ്പ എന്നോട് നീതി കാണിച്ചിട്ടില്ല എന്നാണ്. എൻ്റെ ബാപ്പ എന്നോട് നീതി കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടി അത് പറയുന്നത്? അവൻ പറയുന്നത്, എൻ്റെ അവകാശമാണ് എനിക്കൊരു നല്ല ഉമ്മയെ നൽകുക എന്നുള്ളത്. എൻ്റെ ബാപ്പ എനിക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശമാണ് ഒരു നല്ല ഉമ്മാനെ നൽകുക എന്നുള്ളത്. എൻ്റെ ഉമ്മ മതബോധമില്ലാത്ത ആളാണ്. എൻ്റെ ഉമ്മ മതപരമായി വളരെ താഴ്ന്ന നിലയിലുള്ള ആളാണ്. എൻ്റെ ബാപ്പ വിവാഹം കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നോക്കൂ നിങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു അവിടെ പഠിപ്പിക്കുന്ന പാഠം എന്താ അറിയോ? നല്ല രക്ഷിതാക്കളാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പോഴാണ് എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികൾ നല്ല മക്കളായി മാറാം. എപ്പോഴാണ് അവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ നോക്കൂ നിങ്ങൾ, നല്ല ചൂടുള്ള സമയമാണിത്, ചൂടുകാലമാണിത്.
നമ്മളൊരു മരം നടുമ്പോൾ, ഒരു ചെറിയ തൈ നമ്മൾ അത് നട്ടു വളർത്തുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം ഏതാ? ഒരു മരം, നമ്മൾ ചെറിയ മരം നമ്മൾ നട്ടു തുടങ്ങുകയാണ്. അതിനെ നമ്മൾ അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ നമുക്കറിയാം. അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ എപ്പോഴാണ് നമ്മൾ അതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക? ഒരു സംശയവുമല്ല, അത് നട്ട് പിടിപ്പിക്കുന്ന അതിൻ്റെ ആ ചെറിയ കാലഘട്ടത്തിലാണ്, അല്ലേ? ആ ചെറിയ സമയത്താണ്. അപ്പോൾ സംഭവിക്കുന്ന പരിക്കുകൾ ആ മരത്തെ നശിപ്പിച്ച് കളയും. എന്നാൽ ഒരു വലിയ വൃക്ഷമായി മാറിയ ഒരു മാവാകട്ടെ, അല്ലെങ്കിൽ ഒരു വേറെന്ത് മരമാകട്ടെ, അതിന് പറ്റുന്ന പരിക്കുകൾ, അതിനെ റിക്കവർ ചെയ്യാൻ മരങ്ങൾക്ക് സാധിക്കും. ഇതേപോലെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഏത് സമയത്താണ്? അവരുടെ ചെറിയ കാലഘട്ടത്തിലാണ്. ആ ചെറിയ കാലഘട്ടങ്ങളിൽ അവർക്ക് പറ്റുന്ന പരിക്കുകൾ അത് അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ സജീവമായി ശ്രദ്ധിക്കണം. അവരെക്കുറിച്ച് എപ്പോഴും ബോധമുണ്ടാകണം. അവരെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ മക്കളുടെ നന്മ ആഗ്രഹിക്കുന്ന ഇയാൾ ആദ്യം ഇത് അമാനത്താണ്, അള്ളാഹ് ഏൽപ്പിച്ച അമാനത്താണ്. ആ അമാനത്ത് പൂർത്തീകരിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് നന്മകൾക്കുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഒരു പെരുന്നാൾ കഴിഞ്ഞു, അതേപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കൾ, മാതാപിതാക്കൾ മക്കളെ കൂട്ടി ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാകും. പല സമയങ്ങളിലും ഇന്നത്തെ കാലം അങ്ങനെ ഒരു കാലഘട്ടമാണ്. യാത്രകളൊക്കെ വർദ്ധിച്ച കാലഘട്ടമാണ്. നല്ലതാണ്, യാത്രകൾ അനിവാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഒരു യാത്രയിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പകർന്നു കൊടുക്കേണ്ട കുറേ പാഠങ്ങളുണ്ട്. യാത്രയിൽ നമസ്കരിക്കുന്ന ആളുകളാണ് നമ്മളിൽ പല ആളുകളും. യാത്രക്കാരായ ആളുകൾ, അവർക്ക് നമസ്കാരത്തിൽ എന്തുണ്ട്? ജമ്മും കസറുമാക്കാനുള്ള അനുവാദമുണ്ട്. ഇതെവിടെ നമ്മുടെ കുട്ടി പഠിക്കേണ്ടത്? മദ്രസയിൽ നിന്ന് ഒരു പക്ഷേ അവന് ജമ്മും കസറും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെയെന്ന് അവനറിയില്ല. ഇതാരിൽ നിന്നാണ് പഠിക്കേണ്ടത്? നമ്മുടെ മക്കൾക്ക് നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ദുഹറും അസറുമൊക്കെ ജമ്മും കസറുമായി നമസ്കരിച്ച് അത് പഠിപ്പിച്ചു കൊടുക്കുന്ന രക്ഷിതാവായി, ഉപ്പയായി, ഉമ്മയായി മാറാൻ എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. നമ്മുടെ മക്കൾ നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ ശരിയായ രീതിയിലാണോ ചൊല്ലുന്നത് എന്ന് പരിശോധിക്കാൻ ഉമ്മമാർക്ക് കഴിയണം, ഉപ്പമാർക്ക് കഴിയണം. നോക്കൂ, നിങ്ങൾ സൗദി അറേബ്യയിലെ പ്രധാനപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രായം ചെന്ന ഒരു മനുഷ്യൻ വരും. എനിക്കറിയാവുന്ന ആളാണ്, പ്രായമുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മക്കളുണ്ട്. പ്രായപൂർത്തിയെത്തിയ മക്കളാണ് അവർ. ഒരു രാത്രിയിലാണ് അവർ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ ഞാൻ ഉണ്ടായത് കൊണ്ട് തന്നെ, എനിക്കറിയാവുന്ന ആളായതുകൊണ്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഈ നേരത്ത് ഇവിടെ? ആരെങ്കിലും രോഗികളായിട്ട് ഇവിടെ ഉണ്ടോ? അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അദ്ദേഹം എന്നെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് ഒട്ടുമിക്ക രാത്രികളിലും ഇവിടെ വരും. ഒട്ടുമിക്ക രാത്രി സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ മക്കളെയും കൂട്ടി ഞാനിവിടെ വരും. എന്തിനാണെന്നറിയോ? രോഗികളെ സന്ദർശിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടുന്ന കാര്യമാണ്. ഞാൻ മരിച്ചാലും എൻ്റെ മക്കൾക്ക് നന്മ ഉണ്ടാകണം, ഞാനതവരെ പഠിപ്പിക്കണം. അവർ പ്രായപൂർത്തിയായ ആളുകളാണ്, വയസ്സായ കുട്ടികളാണ്. നോക്കൂ നിങ്ങൾ, ആ രക്ഷിതാവിൻ്റെ ചിന്ത നോക്കൂ നിങ്ങൾ, എത്രമാത്രമാണ് നന്മയിൽ ആ രക്ഷിതാവ് ആ മക്കളെ ചേർത്ത് പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടുപഠിക്കാനുള്ള നന്മകൾ ഉണ്ടാകണം, നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നോക്കൂ നിങ്ങൾ, നമ്മുടെയൊക്കെ ഫോണിലേക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ടാകും. അവധിക്കാലമായതുകൊണ്ട് കുട്ടികൾക്കുള്ള തർബിയത്ത് പഠിപ്പിക്കുന്ന ഒരുപാട് ക്ലാസ്സുകളെ കുറിച്ചുള്ള വാർത്തകൾ. സമ്മറൈസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം, സമ്മറൈസ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേകമായൊരു പ്രോഗ്രാമാണ്. നമ്മുടെ സമീപ പ്രദേശമായ ചക്കരക്കല്ലിൽ നാളെ മുതൽ ആരംഭിക്കുന്ന പ്രോഗ്രാമാണ്. രാവിലെ 9 മണിക്ക് അതിൻ്റെ സമയം ഒന്ന് കൃത്യമായി പരിശോധിച്ച് സാധിക്കുന്ന രക്ഷിതാക്കളൊക്കെ എന്ത് ചെയ്യണം? ഈ പ്രായത്തിലുള്ള ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളെ അതിലേക്ക് വിട്ടുനോക്കൂ നിങ്ങൾ. അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നന്മ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഈ പള്ളിയിൽ അടുത്ത ആഴ്ച മുതൽ ജാലകം എന്ന പേരിൽ 3 ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് കുട്ടികൾക്ക് ദീന് പഠിക്കാനും എങ്ങനെയാണ് പെരുമാറുക അതൊക്കെ പഠിക്കാനുള്ള അവസരം ഈ പള്ളിയിലാണ്. അപ്പം അവിടെയുള്ള ഈ പള്ളിയിൽ വരുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ, പിന്നെ കുറച്ചൊക്കെ മുതിർന്ന മക്കളെ അത്തരം നന്മകൾ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവുക എന്നുള്ളതാണ്. നമ്മുടെ കുട്ടികൾ നന്നാവണോ? നമ്മൾ ആരാകണം? നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയാകണം. മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, അൽ അബ്നാഉ സിർറു അബീഹി എന്ന് പറയും. എന്താ അങ്ങനെ പറഞ്ഞാൽ? പിന്നെ മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണെന്നാണ്. മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണെന്ന്.
സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ ആരെയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? നമ്മുടെ മക്കൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഉമ്മയെ ഉപ്പയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അവരുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ കുട്ടികൾ പഠിക്കുക. ഓർമ്മ വെച്ച കാലം മുതൽ അവന് പ്രായപൂർത്തിയാകുന്നത് വരെയുള്ള സമയത്തിനിടയിൽ അവൻ ഏറ്റവും കൂടുതൽ കണ്ടത്, അവൻ ഏറ്റവും കൂടുതൽ കേട്ടത്, അവൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ആരോടാ? അവൻ്റെ ഉമ്മാനോട്, അവൻ്റെ ഉപ്പാനോടാണ്. അവരുടെ പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെ പെരുമാറുന്നോ അതേപോലെയായിരിക്കും അവരുടെ ചലനങ്ങളെ അവൻ അനുകരിക്കും, അവരുടെ സ്വഭാവ രീതികളെ അവൻ അനുകരിക്കും. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ മാതൃകയാവണം. നമ്മുടെ മക്കൾ നമ്മളെ കണ്ട് പഠിക്കണം. അതുകൊണ്ട് എന്തു വേണം? മക്കൾ നന്നാകണം എന്ന് ആഗ്രഹിച്ചാൽ പോരാ, മക്കൾ നന്നാകാനുള്ള മാതൃക നമ്മൾ കാണിച്ചു കൊടുക്കണം. അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫിലെ ആയത്താണ്. എന്താണ്? നിങ്ങൾ പ്രവർത്തിക്കാത്ത നിങ്ങൾ എന്തിനാ പറയേണ്ടത്? നമ്മുടെ കുട്ടികളോട് നീ നിസ്കരിക്കണം, നീ ഖുർആൻ ഓതണം, നീ ദീന് പഠിക്കണം, നീ നന്നാവണം എന്നൊക്കെ നമ്മൾ വയലു പറയുന്നു, അവരെ ഉപദേശിക്കുന്നു. എന്നിട്ട് ആ ഗുണങ്ങളൊന്നും നമ്മളിലില്ല എങ്കിൽ നമ്മളെങ്ങനെ നല്ല രക്ഷിതാവാകും? നമ്മളെങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാകും? അതുകൊണ്ട് തന്നെ എന്തു വേണം? നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മാതൃകയാകണം. നമ്മുടെ കുട്ടി നമ്മളെ കണ്ട് പഠിക്കണം. നമസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ നിസ്കരിക്കണമെന്ന പാഠം അവൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദ് നല്ല പഠിക്കേണ്ടത്, മനസ്സിലായില്ലേ? അവൻ പള്ളി മിമ്പറുകളിൽ നിന്ന് നല്ല പഠിക്കേണ്ടത്, മറിച്ച് രക്ഷിതാവിൽ നിന്ന് പഠിക്കണം. ഉമ്മ പഠിപ്പിക്കണം, വാപ്പ പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മിമ്പറിൽ നിന്നും അതേപോലെ തന്നെ മദ്രസയിൽ നിന്നും പഠിക്കേണ്ടെന്നല്ല, പക്ഷെ നമുക്കാകണം അതിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ കുട്ടികൾ നമസ്കരിക്കുന്ന ആളുകളാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബ്അ സിനീൻ. 7 വയസ്സാകുമ്പോൾ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കണം എന്നാണ്. 7 വയസ്സാകുമ്പോൾ. 10 വയസ്സാകുമ്പോൾ നമസ്കരിക്കാത്തവരെ അടിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എത്ര വർഷമാണ് ഉപദേശിക്കാൻ പറഞ്ഞത്? 7 മുതൽ 10 വയസ്സ് വരെയുള്ള 3 വർഷ കാലഘട്ടം. 3 വർഷം എന്ന് പറഞ്ഞാൽ 3 × 365 ദിവസം അല്ലേ? 3 × 365, അതിലെ 5475 നമസ്കാരം ഉണ്ടാകും ഈ 3 വർഷത്തിനിടയിൽ. 5475 തവണ നമ്മുടെ മക്കളെ നമസ്കരിക്കാൻ ഓർമ്മപ്പെടുത്തണം. ചെറിയ കാര്യ? 1 തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല. നമസ്കരിക്കാത്തവരാണ് എങ്കിൽ 5475 തവണ 3 വർഷത്തിന്റെ ഇടയിൽ മക്കളെ നമസ്കരിക്കാൻ ഓർമ്മപ്പെടുത്താൻ ആരെ ഏൽപ്പിച്ചത്? ബാപ്പാനിമ്മാനിയാണ്, രക്ഷിതാക്കളെയാണ്. എന്നിട്ടും അവർ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവിടെയാണ് അടിക്കേണ്ടത്. മാർക്ക് കുറഞ്ഞതിനല്ല മക്കളെ അടിക്കേണ്ടത്. മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ അടിക്കാൻ അനുവാദം ഉണ്ടോ ഇല്ല മറ്റൊരു വിഷയമാണ്. എന്നാൽ അടിക്കാൻ പറഞ്ഞ വിഷയം നിസ്കരിച്ചില്ല അടിക്കണം എന്നാണ്. നമ്മൾ എന്തിനാ അടിക്കാറുള്ളത്? നമ്മൾ മറ്റുള്ള പല കാര്യങ്ങൾക്കും നമ്മുടെ മക്കളെ അടിക്കും. എന്നാൽ മാർക്ക് കുറഞ്ഞ് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ പലപ്പോഴും നമ്മൾ മക്കളെ തല്ലാറില്ല. ഞാൻ പറഞ്ഞ മക്കളെ അടിക്കണം എന്നല്ല, മറിച്ച് മക്കളെ അടിക്കുക എന്നുള്ളതൊരു വലിയ വിശേഷണമല്ല. പക്ഷെ അവരെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറയുന്നത് നമസ്കാരം അവർ നമ്മളിന്ന് പഠിക്കണം. സുബൈക്ക് നമ്മൾ പള്ളിയിൽ വരും, നമ്മുടെ കുട്ടികളെ വിളിച്ചുണർത്തണം. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് കൊണ്ടുവരണം. അവർ സ്വതക്ക കൊടുക്കുന്നത് നമ്മളിൽ നിന്ന് കണ്ടു പഠിക്കണം. നമ്മുടെ ഉമ്മയോടും ബാപ്പയോടും നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതവർ പഠിക്കണം. നമ്മളെ ഉമ്മാനി ബാപ്പാനിയും നമ്മൾ പരിഗണിക്കുന്നില്ല എങ്കിൽ നാളെ നമ്മുടെ കുട്ടികൾ നമ്മളെ പരിഗണിക്കില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് മാതൃകയാകാൻ സാധിക്കണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. മഹാനായ ഷൈഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം. ഷൈഖ് ഉസൈമീന്റെ വാചകമാണ്. അവരോട് സംസാരിക്കുകയാണെങ്കിൽ കളവ് പറയാതിരിക്കുക, അവർക്ക് വാഗ്ദാനം നൽകുകയാണെങ്കിൽ അത് ലംഘിക്കാതിരിക്കുകയും ചെയ്യുക. കാരണം എന്താ? അവർ പഠിക്കും. പലപ്പോഴും നമ്മുടെ മക്കളിൽ പല ആളുകളും കളവ് പറയുന്നതിൻ്റെ ബാലപാഠം മാതാപിതാക്കൾ നിന്നാണ് പഠിക്കുന്നത്. പ്രത്യേകിച്ച് ഉമ്മമാര്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നല്ല. അപ്പം മക്കളുടെ കയ്യിൽ നിന്ന് വല്ലതും വീണ് പൊട്ടിയെന്ന് വിചാരിക്കും. ഒരു ക്ലോക്കോ ഒരു ഗ്ലാസോ ഒരു പാത്രോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തകർന്നു വീണാൽ ഉമ്മ പറയും ബാപ്പ വരട്ടെ. ബാപ്പ വന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കും. ആ കുട്ടിയുടെ മനസ്സിൽ ആ സംഭവം നടന്നതു മുതൽ ബാപ്പ വരുന്ന വൈകുന്നേര സമയം വരെ ആവലാതിയാണ്, ആദിയാണ്. ബാപ്പ വന്നപ്പോൾ എന്തേരിക്കും? അടി കിട്ടുമോ? വഴക്ക് പറയോ? അല്ലേ? അങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ ബാക്കിയുള്ള സമയം. വൈകുന്നേര സമയത്ത് ബാപ്പ വന്ന് ചോദിച്ചു, എന്തേ നമ്മുടെ ക്ലോക്കിന് എന്താ പറ്റിയത്, അല്ലെങ്കിൽ പാത്രം എങ്ങനെ പൊട്ടിയത്? അപ്പം ഉമ്മ പറയും, അത് കോഴി ഓടിയപ്പോൾ അത് താഴെ വീണതാണ്. അത്രയും സമയം പേടിച്ചു നിന്ന കുട്ടി കളവ് പറയുന്നതിൻ്റെ ബാലപാഠം പഠിച്ചു. ഓടുന്ന ഉമ്മാൻ്റെ എന്നാ പഠിച്ചത്. ഉമ്മ മകനോടുള്ള സ്നേഹം കൊണ്ട് ആ ബാപ്പയുടെ വഴക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്താനാണ് കളവ് പറഞ്ഞത്. അങ്ങനെ കുട്ടികൾ കളവ് പറയാൻ പഠിക്കണത്.
ഞാനിത് ഇവിടെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. മക്കളെ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ മാതൃകയാവുക. അവ സത്യം പറയുന്ന, അതേപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്ന, ഖുർആനുമായി ബന്ധപ്പെടുന്ന നല്ല രക്ഷിതാക്കളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം, മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതും തടയണം. മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടതും തടയണം. അവൻ കുട്ടിയല്ലേ, ചെറിയ പ്രായമല്ലേ എന്നൊക്കെയാണ് പല ആളുകളുടെയും പരാതി. നമ്മുടെ കുട്ടികളെന്ന് ഒരുപക്ഷെ പണ്ട് കാലഘട്ടത്തിൽ ഒരു 25 വയസ്സുകാരൻ അല്ലെങ്കിൽ 20 വയസ്സുകാരൻ ചിന്തിച്ച കാര്യങ്ങൾ ഇന്ന് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ചിന്തിക്കുകയും അവർ കാണുകയും ചെയ്യുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. എല്ലാ തിന്മകളും ഇന്ന് സുലഭമാണ്. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. അശ്ലീലമായ കാഴ്ചകൾ നമ്മുടെ കുട്ടികളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ മൊബൈലുകൾക്ക് അടിമയാണ്. നമ്മുടെ കുട്ടികൾ കമ്പ്യൂട്ടറുകൾക്ക് അടിമയാണ്. ഇന്റർനെറ്റ് ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ ഒരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഒരു കുട്ടി ഗെയിം കളിക്കുന്നത് ഞാൻ കണ്ടു. ആ കുട്ടി ഗെയിം കളിക്കുമ്പോൾ അവൻ്റെ കയ്യിൽ മൊബൈൽ പിടിച്ചിട്ട് അവങ്ങനെ പിന്നെ കൈ ഇങ്ങനെ വിറക്കാണ്. ആ കളിയുടെ ആവേശം ഇങ്ങനെ കയറി. ചെറിയ പ്രായമുള്ള, സ്കൂളിലേക്കും പോകാൻ തുടങ്ങിക്കണമെന്നുള്ള സംശയമാണ്. അത്രയും ചെറിയ കുട്ടിയാണ്. ഞാൻ അവൻ്റെ ഉമ്മയെ വിളിച്ചു, എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തു ആ കാഴ്ച. അപ്പോൾ ആ ഉമ്മ ഇതിനെ ന്യായീകരിക്കുക, അവൻ ചിത്രം വരക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, അവന് മറ്റുള്ള കാര്യങ്ങൾ നോക്കൂ. നിങ്ങൾ കുട്ടികളെ അവരുടെ വഴിക്ക് വിടുകയാണ്, നിസാരമായി കാണുകയാണ്. നമ്മൾ നിസാരമായി കാണേണ്ടവരല്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുത്താൽ മതി. മനസ്സിലായില്ലേ? നമുക്ക് ഫ്രീ ആകാൻ വേണ്ടി മക്കൾക്ക് മൊബൈൽ കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. നമ്മളൊന്ന് ഫ്രീ ആകാൻ വേണ്ടി, കാരണം മൊബൈൽ കൊടുത്തവൻ ശാന്തനാകും, അവൻ കുറച്ചു നേരം ഒതുങ്ങിയിരിക്കും, അവൻ്റെ റൂമിലിരിക്കും. എന്താ അവൻ കാണുന്നത്, എന്താ അവൻ കേൾക്കുന്നത്, എന്താണ് അവൻ അതുകൊണ്ട് ചെയ്യുന്നത്, അത് പലപ്പോഴും രക്ഷിതാക്കൾ നോക്കാറില്ല. ഹിസ്റ്ററികൾ പരിശോധിക്കണം നമ്മൾ. ആ ഹിസ്റ്ററികളിലെ സൈറ്റുകൾ കണ്ട് അന്തം വിടുന്ന രക്ഷിതാക്കളായി മാറും പലപ്പോഴും. കാരണം എന്താ, ചെറിയ കുട്ടികൾ വരെ തിന്മകളുടെ ലോകത്താണ് ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ മക്കളെ നിഷിദ്ധങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ടെന്ന് തടഞ്ഞു നിർത്താൻ പറ്റണം. പിന്നെ ഗാനമേള നടക്കുന്ന ഒരു സദസ്സുണ്ട്, മ്യൂസിക്കും നൃത്തമൊക്കെ ഒരു സദസ്സുണ്ടെന്ന് കേട്ടാൽ അവിടേക്ക് പോകാനുള്ള ടിക്കറ്റിൻ്റെ പൈസ കൊടുക്കല്ല. അതറിഞ്ഞ ഉടനെ മകനോട് പറയണം, ഇങ്ങനെ ഒരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്, അവിടേക്ക് പോകരുതെന്ന് പറയണം. അവിടേക്ക് പോകാൻ പാടില്ല എന്ന് വിലക്കുന്ന, അങ്ങനെ തിന്മകളെ വിലക്കുന്ന ആളുകളായിട്ട് എന്ത് ചെയ്യണം, മാറണം. 5ാമത്തെ കാര്യം, കൂട്ടുകെട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ആരുമായി കൊണ്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കളോട് ചോദിക്കണം, ആരാ നിന്റെ കൂട്ടുകാർ, നിന്റെ കൂട്ടുകാരുടെ പേരെന്താ, അവരുടെ ബാപ്പയാരാണ്, അവരുടെ വീട് എവിടെയാണ് എന്ന് അന്വേഷിക്കാൻ, അവരെക്കുറിച്ച് അന്വേഷിക്കാനും രക്ഷിതാക്കൾ തയ്യാറാകണം. റസൂലുള്ളാഹി പറഞ്ഞു, റജുലു അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ഓരോ ആളുകളും നോക്കട്ടെ എന്നാ, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നോക്കണം. അതുകൊണ്ട് തന്നെ മക്കളുടെ കൂട്ടുകെട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളെ ഖുർആനുമായി ബന്ധപ്പെടുത്തുക. നമ്മുടെ കുട്ടികൾക്ക് മതം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കി കൊടുക്കുക. ഖുർആൻ പഠിക്കണം, ഹദീത്തുകൾ പഠിക്കണം, അതേപോലെ തന്നെ മറ്റുള്ള വിജ്ഞാനങ്ങൾ പഠിക്കണം. അതെല്ലാം പഠിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് എങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല നിലയിൽ നമ്മുടെ മക്കളുടെ നന്മ നമുക്ക് ലഭിക്കും. അള്ളാഹു അത്തരത്തിലുള്ള നല്ല മക്കളെ നമുക്കെല്ലാവർക്കും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളുടെ നന്മയാഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട ഏതാനും കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മുൻഗാമികളായ ആളുകൾ അവർ മക്കൾ ജനിക്കുന്നതിൻ്റെ മുൻപേ മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. മക്കൾ ഉണ്ടായതിന് ശേഷമല്ല, മക്കൾ ജനിക്കുന്നതിൻ്റെ മുൻപേ നല്ല കുട്ടികളാകാൻ വേണ്ടി ദുആ നടത്തിയ ആളുകളാണ്. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ പറ്റും. പടച്ചോനെ, സ്വാലിഹുകളായ സന്താനങ്ങളെ കുട്ടിയെ നൽകണേന്നല്ല, ആ കുട്ടി എങ്ങനെയുള്ള കുട്ടിയായിരിക്കണം, സ്വാലിഹായ സദ്വൃത്തരായ കുട്ടികളായിരിക്കണം. സക്കരിയ നബിയുടെ പ്രാർത്ഥന ഉണ്ട്.
അതേപോലെ തന്നെ സലഫുകൾ ആ വിഷയം ശ്രദ്ധിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ മാതാപിതാക്കൾ അനിവാര്യമായും മക്കളുടെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാചകാണ്, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ അത് സ്വീകരിക്കുമെന്നാണ്. അത് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടി ഇഹലോകത്തും പരലോകത്തും അവർക്ക് നന്മയുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? മാതാപിതാക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. എങ്കിലാണ് നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ തലാത്ത. ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങളൊഴികെ ബാക്കിയെല്ലാം മുറിഞ്ഞു പോകുന്നതാണ്. കേട്ട ഹദീത്താണ് എല്ലാവരും. അതിലൊരു വാചകം എന്താണ്? ഒന്ന് ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ ദുആ നമ്മൾ മരിച്ചാലും നമുക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളായി നമ്മുടെ മക്കൾ മാറണമെങ്കിൽ എന്തു വേണം? നമ്മുടെ മക്കൾ മതബോധമുള്ള ആളുകളാകണം. ഒരുപക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് എങ്കിൽ വലിയ അപകടമായിരിക്കും. നമ്മുടെ ഖബറിൻ്റെ സമീപത്ത് കൂടെ അവർ വരും. പക്ഷെ അവിടെ വെച്ച് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് അറിയില്ല. നമ്മൾ മരിച്ചാൽ മയ്യത്ത് നമസ്കരിക്കാൻ ആ മയ്യത്തിൻ്റെ സമീപത്ത് വന്നു നിന്ന് തക്ബീർ കെട്ടി ആ തക്ബീറിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനകൾക്ക് അവൻ അറിയില്ല. ഇതാണ് നമ്മുടെ പല കുട്ടികളുടെയും അവസ്ഥ. അവരെ വിമർശിച്ചത് കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? അവർക്ക് വേണ്ടി അനുകൂലമായി പ്രാർത്ഥിക്കുകയും അവരെ നന്മയിലേക്ക് എത്തിക്കുവാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുകയും വേണം. ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികളുടെ അവധിക്കാലമാണ്. ഈ അവധിക്കാലത്ത് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുക. അവരെ പിന്നെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചിടണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് നൽകേണ്ട സ്വാതന്ത്ര്യങ്ങളെല്ലാം നൽകി അവർ മതപരമായി ഉയർന്നു വരണം. അവർ ദീന് പഠിക്കണം. അവർക്ക് ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ എല്ലാ വാതിലുകളും നമ്മളൊക്കെ തുറന്നു കൊടുക്കാറുണ്ട്. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, നല്ല പിന്നെ പാർപ്പിടം എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതേപോലെ അതിനേക്കാൾ മുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ മക്കളുടെ മതപരമായ അറിവുകൾ. അതുകൊണ്ട് ആ മേഖല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മുടെ എല്ലാവരുടെയും മക്കളെ മാറ്റിത്തരുമാറാകട്ടെ. സ്വാലിഹ്യങ്ങളായ മക്കളായി നമ്മുടെ മക്കൾക്ക് വളരാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെ ഈ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ രോഗങ്ങൾ ഷിഫയാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഅ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിരിനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.